അങ്ങനെ ദിയക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സർപ്രൈസ് കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ദിയമോക്കാണെങ്കിൽ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പാത്ത് ഓടി വന്ന് കേട്ടോ, സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ധാരണയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഏകദേശം നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആൾ ഓടി വന്ന് അതിൻ്റെ അകത്തൊക്കെ കയറി. എന്നിട്ട് നമ്മൾ ബ്രഷ് പെന്നൊക്കെ വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ വരച്ചിട്ട് ചെയ്യാമെന്നുള്ള ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടങ്ങി വന്നപ്പോൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ ദിയ എന്നുള്ളതൊക്കെ എഴുതി നമ്മൾ. അപ്പം അങ്ങനെയൊക്കെ എഴുതി തുടങ്ങിയപ്പോഴത്തേനും ഫോട്ടോ ഉണ്ടായിരുന്നു ദിയമോളുടെ. ആ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് നോക്കിയപ്പോഴത്തേനും ചേച്ചി അവിടെ കിടന്ന് 5th ഹാപ്പി ബർത്ത്ഡേ ആണ്, അതിനുള്ള തയ്യാറെടുപ്പ്. അപ്പോഴത്തേനും നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ. മിക്ക ചേട്ടനും പിന്നെ എല്ലാത്തിലും നമ്മൾ കൂടെ ജോയിൻ ചെയ്യണം. വീട്ടിലേത് കലാപരിപാടിക്കും വരുന്ന ഒരാളാണ് മിക്കിമോൻ. അങ്ങനെ നമ്മളിരുന്ന് കളറിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ബലൂണൊക്കെ വീർപ്പിക്കുക എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേനും അന്വി പിന്നെയും വിളിച്ചു. അത് നമ്മൾ ബലൂണൊക്കെ ഊതി വെച്ചേക്കുമായിരുന്നേ. 1-2 നമ്മൾ പൊന്തിച്ച് 3 കൂടെ അങ്ങ് കെട്ടി വെച്ചു. നല്ല ഓർമ്മകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നീട് നമ്മളെടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ. എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയായിരുന്നു, നമ്മുടെ കൂളറിൻ്റെ പെട്ടിയായിരുന്നു, അതിനകത്തായിരുന്നു ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ദിയമോൾ അവിടെ സമ്മതിക്കാത്തതാണ് ഞാൻ അകത്തേക്ക് എടുത്തുകൊണ്ടിരുന്ന. അവിടെയും വന്നപ്പോൾ തന്നെ എൻ്റെ സൈഡിലങ്ങ് വന്നിരുന്നു. ആ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് കയറി ഇരിക്കുവാണ് ആൾ. സർപ്രൈസ് ഏതായാലും പൊളിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേന് അൻവിയുടെ പഴയ ഹാപ്പി ബർത്ത്ഡേൻ്റെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി ചെന്ന് കിടന്നുറങ്ങി കേട്ടോ ദിയമോൾ. അപ്പോൾ ഒരു 12 മണിയായപ്പോഴത്തേനും അൻവി വന്ന് വിളിക്കുവാണ്. അങ്ങനെ അൻവി ഡോറൊക്കെ തുറന്ന് ദിയമോളെ ഉറക്കാൻ വേണ്ടി ഞാൻ പോയി കിടന്ന് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. വന്ന് വിളിക്കുമ്പോഴത്തേനും ദിയമോൾ നല്ല ഉറക്കത്തിലായിരുന്നേ. എനിക്കാണെങ്കിൽ പാതി ഉറക്കം ഉണ്ടായിരുന്നില്ല. എന്തായാലും 12 ആകുമ്പോൾ ഇവളെ വിളിക്കണം എന്നുള്ള ധാരണയിലാണ് ഞാൻ കിടന്നത്. അങ്ങനെ ചെറിയ മയക്കത്തിലൊക്കെ ആയിരുന്നു ഞാനും. ദിയമോളെ വിളിച്ചപ്പോഴത്തേനും കുഞ്ഞിപ്പത്തങ്ങ് എണീക്കാൻ നോക്കി, പിന്നെ ഉറങ്ങി. അവിടുന്ന് പിന്നെ എണീറ്റ് വന്ന് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതിലായിരുന്നു ദിയമോളെ നമ്മൾ എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കണ്ണൊക്കെ അടച്ച് വെച്ചിട്ട് കൊണ്ടുപോവാം. കുറച്ചൊക്കെ ഡെക്കറേഷനിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബലൂണൊക്കെ കണ്ടപ്പോഴത്തേനും നമുക്ക് സന്തോഷമാവും എന്നുള്ള ധാരണയിൽ നമ്മൾ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഇതൊക്കെ അൻവിയുടെ ഐഡിയ ആയിരുന്നേ. അൻവി ചേച്ചി അങ്ങ് ഉറക്കമൊഴിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളിന് നല്ലൊരു അട്രാക്ഷനുള്ളൊരു പരിപാടിയാണ് ആ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ആകെ സന്തോഷം കൊണ്ടങ്ങ് നിൽക്കാൻ വയ്യേന്നായി. കുറേ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് ദിയമോൾക്ക് കൊടുക്കുക എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദിയമോൾ പഴയ ഫോട്ടോസൊക്കെ നോക്കി അങ്ങ് നിൽക്കുവാണ്. എന്നിട്ട് ഗിഫ്റ്റ് പേപ്പർ ഒരെണ്ണം എടുത്ത് ദിയമോളങ്ങ് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ തന്നെ അതിനകത്ത് ദിയമോളുടെ ഡ്രസ്സായിരുന്നു. ദിയമോൾക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സായിരുന്നു. ദിയമോൾക്ക് വലിയ ഇഷ്ടമായി, തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് ചേച്ചി ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്തതുകൊണ്ട്.